ഹലോ ഫ്രണ്ട്സ്, നമുക്ക് വൈറ്റ് ക്യാൻ വെച്ചിട്ട് നമുക്ക് ഹെയർ ബാൻഡ് ഉണ്ടാക്കാം. അതിൽ വൈറ്റ് ക്യാൻ നമ്മുടെ ആവശ്യത്തിനുള്ള അളവ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം രണ്ട് സൈഡും നമുക്ക് ജസ്റ്റ് ചെറുതായി ഒന്ന് ഉരുക്കി കൊടുക്കുക. അതിനുശേഷം രണ്ട് എൻഡ് ഭാഗം നമുക്ക് കെട്ടിട്ട് കൊടുക്കണം. ആദ്യം നമ്മൾ ചുരുട്ടി പിടിക്കുക. അതിന് ശേഷം നൂല് കൊണ്ട് ചുറ്റുക. അതിനുശേഷം നമുക്ക് കെട്ടിടുക. എന്നിട്ട് രണ്ടാമത്തെ സൈഡും അതുപോലെ തന്നെ ആവർത്തിക്കാം. അതിനുശേഷം നമുക്ക് രണ്ട് സൈഡും കെട്ടിട്ടിട്ട് ഉറപ്പിച്ചതിന് ശേഷം ലൈറ്റ് ഒഴിച്ചിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കാം, വിട്ടു പോരാതിരിക്കാൻ വേണ്ടി, നൂല് തെങ്ങി പോരാതിരിക്കാൻ. അതിനുശേഷം ആ രണ്ട് ജോയിൻറ്റും കൂടെ ഒന്നും കൂടി കണക്ട് ചെയ്തിട്ട് തുന്നിക്കൊടുക്കുക. നല്ല ടൈറ്റിൽ തുന്നിക്കൊടുക്കുക. അഴിഞ്ഞ് പോരാൻ പറ്റാത്ത വിധത്തിൽ നല്ല ടൈറ്റിൽ തുന്നിക്കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഷേപ്പിൽ കൊണ്ടുവച്ചതിന് ശേഷം അവിടെ നമുക്ക് അതിന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. കറക്റ്റിൽ നമ്മളത് നന്നായി തുന്നിക്കൊടുക്കുക. ബ്ലാക്ക് നൂല് തന്നെ വെച്ച് കൊടുക്കുക. കാരണം ബ്ലാക്ക് ഹെയർ ബാൻഡ് യൂസ് ചെയ്യുന്ന കാരണമാണ് ബ്ലാക്ക് ത്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മളത് നന്നായി കെട്ടിടുക. സെൻറ്റർ ഭാഗത്ത് ജോയിൻ്റ് ആകും വിധം കെട്ടിടുക. ഇനി അത് ഹെയർ ബാൻഡിൽ കണക്ട് ചെയ്യണം. ഹെയർ ബാൻഡിൽ നമ്മളൊരു മോഡൽ എടുത്തതിന് ശേഷം അതിൻ്റെ സൈസ് എവിടെയാണ് വെക്കേണ്ടതെന്നുള്ളതിൻ്റെ സൈസിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അളവിൽ നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് അത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. തുന്നിക്കൊടുക്കുക തന്നെ, കറക്റ്റ് തുന്നിക്കൊടുക്കണം. ടൈറ്റിൽ കുഞ്ഞു കുട്ടികളായ കാരണം ഹെയർ ബാൻഡ് എന്ത് കിട്ടിയാലും പിച്ചി എടുക്കുന്ന സ്വഭാവമാണല്ലോ അവർ. അപ്പോൾ നമുക്ക് കെട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ അതവിടെ ഉറപ്പിൽ നിന്നോളും. ഗമ്മാണെങ്കിൽ അത് പിച്ചെടുത്തു അധികം യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നന്നായി ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. നന്നായി ഉറപ്പിൽ നന്നായി തുന്നി ഇളകി പോരാത്ത വിധം കെട്ടിട്ട് കൊടുക്കുക. ഓക്കെ. അതിന് ശേഷം രണ്ട് എൻഡിലും ഗമ്മ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്കതിൽ ബീഡ്സാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. അതിൽ ഹാഫ് ബീഡ്സ് പച്ചയും ഓറഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഇൻഡിപെൻഡൻ്റ് ഡേയുടെ സ്പെഷ്യലാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഇപ്പോൾ ഹെയർ ബാൻഡ് കറക്റ്റായിട്ട് ഒട്ടി നമ്മൾ ഗം വെച്ച് ചെയ്തത്. ഇനി സെൻറ്റർ പോർഷനിൽ നമ്മളൊരു ഫ്ലവർ രൂപത്തിലാണ് ബീഡ്സിന് സെറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ആദ്യം ഗം യൂസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സെൻറ്ററിൽ ഓറഞ്ച് ബീഡ്സ് വെച്ചു. അതിനുശേഷം ചുറ്റും നമ്മൾ ഗ്രീൻ ബീഡ്സ് വെച്ച് ഒരു ഫ്ലവർ രൂപത്തിലാക്കി. ഇനി എൻ്റെ പോർഷനിൽ അതിനുശേഷം എൻ്റെ ഭാഗത്ത് രണ്ട് സൈഡിൽ നമ്മൾ ഓറഞ്ച് ബീഡ് 3 എണ്ണം വീതം വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫിനിഷ്.